നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 നടന്ന LD പ്രിലിംസ് ചോദ്യങ്ങളുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ഇന്ത്യൻ ഭരണഘടനയെ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഏകദേശം 10 മാർക്കാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ളത്. സിലബസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊന്നും വരുന്നത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം, പതാക, ഗീതം, ഗാനം, ഇതിന് അടിസ്ഥാന വിവരങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ തുടങ്ങി വരുന്നിട്ടുള്ളതിലും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നമുക്ക് പ്രിലിംസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പ്രകാരം വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് വൺ: അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റകരമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18, 19, 20. ഉത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. നെക്സ്റ്റ് വൺ: മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: അനുച്ഛേദ 51, അനുച്ഛേദ 51A, അനുച്ഛേദ 52, അനുച്ഛേദം 32. ഉത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. അടുത്തത്: ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്. ഓപ്ഷൻസ്: പാർലമെൻറ്റ്, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സുപ്രീം കോടതി. ഉത്തരം സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. നെക്സ്റ്റ് വൺ: ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്രയാണ്? ഓപ്ഷൻസ്: 52 സെക്കൻഡ്, 54 സെക്കൻഡ്, 51 സെക്കൻഡ്, 53 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ എ, 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. നെക്സ്റ്റ് വൺ: മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി, 44-ാം ഭരണഘടനാ ഭേദഗതി, 52-ാം, 74-ാം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ചോദ്യം: ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ്: 22, 21, 23, 24. ഉത്തരം ഓപ്ഷൻ ഡി, 24. ഓപ്ഷൻ ഡി, 24. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. നെക്സ്റ്റ് വൺ: വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ്: മുഹമ്മദ് ഇക്ബാൽ, രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, അരബിന്ദോ. ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് വൺ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്ര. പ്രഥമ രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ: ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിൽ അതിനുവേണ്ടി നിലവിൽ വന്ന
പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻസ്: വി പി മേനോൻ, ഹസൻ അലി, എച്ച് എൻ ഖുൻസ്രു, കെ എം പണിക്കർ. ഇവിടെ ഹസൻ അലി എന്ന് പറയും, ഫസൽ അലിയാണ് വരേണ്ടത്, അതുകൊണ്ട് തന്നെ അത് ആൻസർ ഡിലീറ്റ് ആണ്. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ഇവിടെ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? അതിൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി അധ്യക്ഷൻ. നെക്സ്റ്റ് എച്ച് എൻ ഖുൻസ്രു ഉണ്ടായിരുന്നു, അതേപോലെ കെ എം പണിക്കർ ഉണ്ടായിരുന്നു. വി പി മേനോനാണ് ശരിക്കും പറഞ്ഞിവിടെ ഉത്തരമായി വരേണ്ടത്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്, ഫസൽ അലി എന്നുള്ള പകരം വന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഫസൽ അലി, എച്ച് എൻ ഖുൻസ്രു, കെ എം പണിക്കർ. ഇവിടെ അംഗമല്ലാത്ത ആരാണ്? വി പി മേനോനാണ് അംഗമല്ലാത്ത ആൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്തുവാൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻസ്: രവീന്ദ്രനാഥ ടാഗോർ, നന്ദലാൽ ബോസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്തുവാൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻസ്: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഖാദർ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ സി, കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. അടുത്തത്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻസ്: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്, APJ അബ്ദുൽ കലാം, ഡോക്ടർ സക്കീർ ഹുസൈൻ. ഉത്തരം ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് ചോദ്യം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻസ്: വി പി മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, കെ എം പണിക്കർ. ഉത്തരം ഓപ്ഷൻ എ, വി പി മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൻ്റെ പുസ്തകമാണ്. നെക്സ്റ്റ് ചോദ്യ പേപ്പർ 13/24 പ്രിലിംസിൻ്റെ സ്റ്റേജ് 5. ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻസ്: അനുച്ഛേദം 20, അനുച്ഛേദം 21, 21A, അനുച്ഛേദം 22. ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 21A. ഇന്ത്യയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അത് മൗലികാവകാശമാണ്. അനുച്ഛേദം 21A പ്രകാരമാണ് ഇത് ഭരണഘടനയുടെ വിദ്യാഭ്യാസ അവകാശമെന്ന് പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പോൾ അനുച്ഛേദം 21A ആണ് വിദ്യാഭ്യാസം മൗലികാവകാശം ആക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. 6-14 എൻ്റെ വയസ്സ്. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻസ്: ഭാഗം 4, 4A, 2, 3. ഉത്തരം ഓപ്ഷൻ ബി, 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A. നെക്സ്റ്റ് ചോദ്യം. ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദേവേന്ദ്രനാഥ ടാഗോർ. ഉത്തരം ഓപ്ഷൻ എ, രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. നെക്സ്റ്റ് വൺ. ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു?
ഓപ്ഷൻസ്: കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം, ത്രിപുര കോൺഗ്രസ് സമ്മേളനം, കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം, ആവടി കോൺഗ്രസ് സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ, കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് കൽക്കത്ത ഇൻ്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. നെക്സ്റ്റ് വൺ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഓപ്ഷൻസ്: 1:2, 2:4, 2:3, 3:2. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻസ്: 1993 നവംബർ 11, 92 ഒക്ടോബർ 11, 93 ഒക്ടോബർ 12, 94 നവംബർ 11. ഉത്തരം ഓപ്ഷൻ സി, 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993. മനുഷ്യാവകാശം 93 ഒക്ടോബർ 12. മനുഷ്യ 93 ഒക്ടോബർ 12. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻസ്: 12 ജനുവരി 2005, 12 ഒക്ടോബർ 2005, 12 ഒക്ടോബർ 2006, 11 ഒക്ടോബർ 2006. ഇവിടെ മാസവും ഡേറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി പഠിക്കണം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 12 ഒക്ടോബർ 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഒക്ടോബർ 12, 2005. ഒക്ടോബർ 12, 2005. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ്: അനുച്ഛേദം 22, അനുച്ഛേദം 23, അനുച്ഛേദം 24, അനുച്ഛേദം 21. ഉത്തരം ഓപ്ഷൻ ഡി, അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. നെക്സ്റ്റ് ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്കുകൾ ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻസ്: ദേവനാഗിരി, ബംഗാളി, ഉറുദു, കൊങ്കിണി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ദേവനാഗിരി ലിപിയിലാണ്. ദേവനാഗിരി ലിപിയിൽ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്കുകൾ ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻസ്: സിംഹം, കടുവ, പുലി, സിംഹവാലൻ കുരങ്ങ്. ഉത്തരം ഓപ്ഷൻ ബി, കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം 224/23 LD പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഭരണഘടനാടിസ്ഥാനത്തിൽ. ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ്: 39, 42, 44, 61. ഉത്തരം ഓപ്ഷൻ സി, 44. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ്: 42, 44, 39, 51. ഉത്തരം 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42. 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്.
42 മൗലിക കടമകൾ നോക്കുക. നെക്സ്റ്റ് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി രംഗനാഥ മിശ്ര. നെക്സ്റ്റ് ചോദ്യം, ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻസ് 24 ജനുവരി 1950, 22 ജൂലൈ 1947, 26 നവംബർ 1949, 27 ഡിസംബർ 1911. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 22 ജൂലൈ 1947 ആണ്. നെക്സ്റ്റ് ചോദ്യം, വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്കൃതം, ഹിന്ദി, ബംഗാളി, ഉറുദു. വന്ദേ മാതരം ചിട്ടപ്പെടുത്തി രചിച്ചിരിക്കുന്നത്, വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഏത് ഭാഷയിൽ? ബംഗാളി ഭാഷയിലാണ്. ഇതിൻ്റെ ഉത്തരം നമുക്ക് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ട്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഇങ്ങനെയുള്ളതാണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അല്ലേ, ബങ്കിം ചാറ്റർജിയുടെയാണ്, ബങ്കിമിൻ്റെ ആണെന്ന് ഓർക്കുക. വന്ദേ മാതരം ദേശീയ ഗീതമാണ്. രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ, ബംഗാളി ഭാഷയാണ്. ഓക്കെ. ചിട്ടപ്പെടുത്തിയ രാഗം നിർദ്ദേശ് എന്ന് പറയും. ചിട്ടപ്പെടുത്തിയ രാഗം ദേശ് എന്നാണ്. നെക്സ്റ്റ് ചോദ്യം, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ഓപ്ഷൻസ് സത്യം ജയ ധർമ്മം ജയ, വെളിച്ചമേ നയിച്ചാലും സത്യം വധ, ധർമ്മം ചര. ഓപ്ഷൻ ഡി സത്യമേവ ജയതേ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സത്യമേവ ജയതേ. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നം അല്ലെങ്കിൽ വാക്യം ഏതാണ്? സത്യമേവ ജയതേ, സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഓപ്ഷൻസ് കടുവ, ആന, ഗംഗാ ഡോൾഫിൻ, മയിൽ. ഉത്തരം ഓപ്ഷൻ ബി ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 2005 ആണ്. 2005 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് പാർട്ട് 4A, പാർട്ട് 3, 4, 2. ഉത്തരം ഓപ്ഷൻ എ പാർട്ട് 4A. നെക്സ്റ്റ് വൺ, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ് 32, 368, 352, 226 ആണ്. ഉത്തരം ഓപ്ഷൻ ഡി 226. ഉത്തരം ഓപ്ഷൻ ഡി 226 ആണ്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം അതാണ്, 226 ആണ്. 226 ആണ്. നെക്സ്റ്റ് ചോദ്യം, INA രൂപീകരിച്ചത് ആരായിരുന്നു? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. നെക്സ്റ്റ് ചാപ്റ്റർ കാണാം.